പാസ്റ്റർ പി എം ജോർജ്, മറ്റ് ദൈവദാസന്മാർ എല്ലാവർക്കും ദൈവനാമത്തിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നോട് ഇടപെടേണ്ടതിനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. 2007 ഫെബ്രുവരി മാസം ഹൈദരാബാദിലെ ഹോസ്പിറ്റലിലെ ജോലി രാജിവെച്ചതിന് ശേഷം സെൻഡ് ഓഫും വാങ്ങി ഗൾഫിലേക്ക് കടന്നു വരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 2007 ഫെബ്രുവരി മാസം 12-ാം തീയതി ഖത്തറിലേക്ക് കടന്നു വരുവാൻ വേണ്ടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ടിക്കറ്റൊക്കെ ശരിയാക്കി. അങ്ങനെ ഇവിടേക്ക് കടന്നു വരുവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. 3-4 ദിവസം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. വളരെ നിർണായകമായ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും കാരണം മുന്നിലുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറക്കമില്ല, നല്ല വിശപ്പില്ല, എന്താണെന്നറിയില്ല. പ്രത്യേകിച്ചും കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന എനിക്ക് ആ ദിവസങ്ങളിലൊന്നും ഉറക്കമേ വരുന്നില്ല. കണ്ണടച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഒക്ടോബർ മാസത്തിൽ എൻ്റെയും ബീനയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം 10 ദിവസം കഴിഞ്ഞോളം ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി. ഞങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. 1 വർഷത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കാണാൻ പോകുന്ന ഒരു സന്ദർഭം. അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റേ കയറാൻ പോകുന്നൊരു ദിവസം. അതാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതൊരു യാത്ര, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്നാണ് പറഞ്ഞതെങ്കിൽ ഇതൊരു യാത്രാ വിവരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യാത്രാ വിവരണം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവുമെന്ന്. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല യാത്രകളിലൊക്കെ. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നമ്മളാരും, ഞാനും നിങ്ങൾ ഉൾപ്പെടെ നമ്മളാരും ഇതൊന്നും വിളിച്ചു പറയാറില്ല. പക്ഷേ ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചിലതൊക്കെ ഏറ്റു പറയാൻ പോവുകയാണ്. അതുപോലെ എൻ്റെ ഏറ്റുപറച്ചിലൊക്കെ നിങ്ങൾക്കും ഒരു ധൈര്യം പകരട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഏറ്റു പറയുവാൻ അല്ലെങ്കിൽ വിളിച്ചു പറയാനൊക്കെ ഒരു അവസരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 2007 ഫെബ്രുവരി മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഞങ്ങളുടെ നാട്ടിലെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മമ്മി ഓടി വന്നിട്ട് എനിക്കൊരു പൊതി തന്നിട്ട് പറഞ്ഞു, മോനെ ഇത് ചെന്നാൽ ഉടനെ പെട്ടെന്ന് ബീനായ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മമ്മി ഇത്? അതിൽ ഇച്ചിരി ചക്ക വേവിച്ചതാണ്, അവൾ കുറേ നാളായല്ലോ ചക്ക കഴിച്ചിട്ട്, അതുകൊണ്ട് നീ ചെന്നാൽ ഉടനെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മി ഇത് ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റത്തില്ല, ഓൾറെഡി ലഗേജ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് സാരമില്ല മോനെ, നിനക്ക് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടല്ലോ, നിനക്ക് അതിനകത്ത് അന്നേരം അവിടെ അത് അഴിച്ചിട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ശരി, ഹല്ലേലൂയ. അപ്പം മനസ്സോടെ ഞാൻ സമ്മതിച്ചു. ഇനി ഇവരുടെ സ്നേഹബന്ധം ചക്കയുടെ പേരിൽ ഞാനായിട്ട് എന്തിനാണ് കളയുന്നതെന്ന് വെച്ചുകൊണ്ട് ആ പൊതി വാങ്ങിച്ച് ഞാൻ ഹാൻഡ് ബാഗിൽ തൽക്കാലം വെച്ചിട്ട് ഞാൻ യാത്ര തിരിച്ചു. ഞങ്ങൾ യാത്രയ്ക്ക് ആരംഭിച്ച് കാറിലേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ യാത്രാ വിവരണം പറയുമ്പോൾ നമ്മൾ വിഷ്വൽസ് കാണിച്ചിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വിഷ്വൽസ് കാണിക്കാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 15 വർഷത്തേന് അതെ ഫാസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് വിഷ്വൽസ്. അപ്പോൾ 15 വർഷം പിറകിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കണം. ഒരുമിച്ച് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. റാന്നിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 3-3.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ പോവുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യൻ സമയം 3:30 കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. അതുകൊണ്ട് 12:30 ആകുമ്പോഴത്തേന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് കയറി. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചുറ്റും. ഞാൻ എല്ലാവരും നോക്കി, പരിചയക്കാരെ ഒന്നും കാണാനില്ല. ആദ്യ യാത്രയാണെങ്കിലും പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല. അങ്ങനെ കൗണ്ടറിലേക്ക് എത്തി, പാസ്പോർട്ട് കൊടുത്തു. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കണം. കൗണ്ടറിലേക്ക് എത്തി നമ്മൾ പാസ്പോർട്ട് കൊടുത്തു, ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, ക്യൂവിലേക്ക് നടന്നു. അങ്ങനെ അടുത്ത ഓരോ കൗണ്ടർ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റിൽ സ്കാനിങ്ങിൻ്റെ ഏരിയയിലേക്ക് വന്നു. ലാസ്റ്റ് സ്കാനിങ് കൗണ്ടറിലെത്തി. കയ്യിലുള്ള സാധനങ്ങളെല്ലാം, ബാഗ്, പേഴ്സ് ഇതെല്ലാം ട്രേയിലേക്ക് ഇട്ടു. ലഗേജ്, ഹാൻഡ് ബാഗ് സ്കാനറിലേക്ക് വെച്ച് ഞാൻ അടുത്ത കൗണ്ടർ കഴിഞ്ഞ് അടുത്തടുത്തോട്ട് നടന്ന് സ്കാനിങ് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് ചെന്ന് ഞാൻ ബാഗ് എടുക്കാൻ അവിടെ ചെന്നപ്പോൾ 2 പോലീസുകാർ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഒന്ന് നീങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് മാറിയിരുന്നു. ഒരാൾ എൻ്റെ ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് അല്ലാതെ വേറൊന്നുമില്ല, ഹാൻഡ് ബാഗിൽ ചെറിയൊരു ഹാൻഡ് ബാഗാണ്, അതിൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ വേറെ ആരെയോ ഫോൺ ചെയ്യുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചാബി ഒരു പോലീസ് മേലുദ്യോഗസ്ഥന് പെട്ടെന്ന് വളരെ ഗൗരവക്കാരനായിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് തോളിൽ കവിച്ച് ചോദിച്ചു, ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ബാഗിലൊന്നുമില്ല സാർ,
എൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേന് അടുത്ത് നിന്ന് ഒരു പോലീസുകാരന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ബാഗ് തുറന്ന് കാണിച്ചിട്ട് ഒരു പൊതി കാണിച്ചു. അപ്പോഴാണ് കർത്താവ് ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിയത്. കർത്താവ് എനിക്ക് അന്നേരം ഓർമ്മ വന്നു, രാവിലെ മമ്മി പൊതി തന്നത് ചക്ക വേവിച്ചത് അതിനകത്തിരിക്കുക, ഹാൻഡ് ബാഗിൽ നിന്ന് ലഗേജിലോട്ട് മാറ്റിയിട്ടില്ല. അതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് സാധനമെന്ന്. ഇവർ സ്കാനിങ്ങിൽ വന്നപ്പോൾ എന്തൊക്കെയോ വേറെ രീതിയിൽ ഇവർക്ക് കാണുവാൻ കൊണ്ടേ തുടങ്ങും. അപ്പോൾ പഞ്ചാബിക്കാരനോട് സത്യം പറ ഇതെന്താണെന്ന് ചോദിച്ചു. നമ്മൾ സാറേ ഇത് ചക്കയാണ്, ചക്ക വേവിച്ച ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും. എൻ്റെ നിർഭാഗ്യത്തിനാണോ എന്താണെന്ന് അറിയത്തില്ല, ആ പഞ്ചാബുകാരന് അതുവരെ ജാക്ക് ഫ്രൂട്ട് എന്ന് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ എന്നോട് പൊതി കഴിക്കാൻ പറഞ്ഞു. ഞാൻ പൊതി കഴിച്ചു. മലയാള മനോരമ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞൊരു പൊതി. അത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് അലൂമിനിയം ഫോയിലിൽ വേറൊരു പൊതി. ഇതുകൂടെ കണ്ടപ്പോഴത്തേന് അകപ്പാടെ അവർക്ക് ഇതെന്തോ കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വിഷയങ്ങളാണെന്ന് പറഞ്ഞു. വീണ്ടും അഴിക്കാൻ പറഞ്ഞു. ഞാൻ അഴിച്ചപ്പോൾ നല്ല എന്താ പറയുന്നത്, നല്ല കളർഫുള്ളായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെന്തിരിക്കുന്ന ഒരു ചക്ക വേവിച്ചത്. അവർക്ക് അതുകൂടെ കണ്ടപ്പോഴത്തേന് കളർഫുള്ളായി. പഞ്ചാബി പോലീസുകാരൻ എൻ്റെ തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു അടുത്ത റൂമിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നുള്ളത്. അപ്പോഴത്തേന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പിടിവെട്ടിപ്പോയി. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കാര്യം പന്തികേടാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എനിക്കറിയാവുന്ന ഭാഷയിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. സാറേ ഇത് ചക്കയാണ്, ഞങ്ങളുടെ നാട്ടിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയാതെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇദ്ദേഹത്തോട് ഇതിനെപ്പറ്റി പറഞ്ഞു. പ്ലാവിൻ്റെ തൈ കുഴിച്ചു വെച്ച് അത് വളർന്ന് മരമായിട്ട് അതിനകത്ത് ചക്ക ഉണ്ടായിട്ട് ചക്ക എന്താ പറയുന്നത് മൂത്ത് വിളഞ്ഞ് നമ്മൾ പറിച്ചിട്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഇത് വേവിക്കുന്നിടം വരെ 15 മിനിറ്റ് ഞാൻ അയാളോട് എക്സ്പ്ലെയിൻ ചെയ്തു. കാര്യം രക്ഷപ്പെടണമല്ലോ. അല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ദിസ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വണ്ടർഫുൾ സ്റ്റോറി. ഇത് നിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കും ചക്ക തിന്നാൻ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പോലീസുകാരെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ്റെ ഈ ചക്കയും വലിയ പ്രശ്നമൊന്നുമില്ല, ഇവനെ കയറ്റി വിട്ടേരും. സാധാരണ അയാൾ എന്നോട് പറഞ്ഞു സാധാരണ ഞങ്ങൾ ഹാൻഡ് ബാഗിൽ ഇങ്ങനെ ഫുഡ് ഐറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ചിട്ട് എടുത്ത് കളയും. പക്ഷേ നീ ഈ ചക്ക കളയേണ്ട, നീ നിൻ്റെ ഭാര്യയ്ക്ക് ഇതുകൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് അവനെ കൊണ്ടുപോയി അടുത്ത ഫസ്റ്റ് ഫ്ലോറിലാണ് വെയിറ്റിംഗ് റൂം. അവനെ പോലീസുകാരെ കൂട്ടി എന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുവിടുക എന്തൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് വെയിറ്റിംഗ് ഏരിയയിലെത്തി. ഇനിയിപ്പം ഏകദേശം ഞാൻ സമയം നോക്കിയപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. അപ്പോൾ ആ സമയത്തുണ്ട് 2 മണിക്കൂർ വെറുതെ ഇരിക്കണം. എന്നാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സീറ്റിൽ ഇരുന്നിട്ട് എൻ്റെ ബ്രദറിനെ, അവരാണ് എന്നെ കൊണ്ടുവിടാൻ വന്നത്, ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും പറഞ്ഞില്ല, വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്, അവർ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അവർ തിരിച്ചു പോയി. വെറുതെ ഇരുന്ന് സമയം പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ അടുത്തൊരു വെയിറ്റിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് ഒരു കൗണ്ടർ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ അത് എയർടെലിൻ്റെ കൗണ്ടറാണ്. അവിടെ എഴുതി വെച്ചേക്കുന്നു 2 മിനിറ്റ്സ് കോളിംഗ് ഫ്രീ. ലാൻഡ് ലൈനിലോ മൊബൈലിലോ 2 മിനിറ്റ്സ് ഫ്രീ ആണ്. എന്നാൽ പിന്നെ വെറുതെ കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്ന് നമ്മുടെ മലയാളികളെ പറ്റി പറയുന്ന പോലെ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ട് എന്നാൽ പിന്നെ അവിടെ പോയി ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്ന് ക്യൂ നിന്നു, ഫോൺ കൈ കിട്ടി. ചേട്ടനെ വിളിച്ചു, ചേട്ടനെ മൊബൈലിലോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ തിരിച്ചു പോകുന്ന യാത്രയിലാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ കട്ടായി. കാര്യം 2 മിനിറ്റേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോൺ അത് കട്ടാകും. അവരുടെ എയർടെലിൻ്റെ ഒരു പരസ്യമായിട്ട് അവർ ചെയ്യുന്നതാണ് എയർപോർട്ടിനകത്ത്. അപ്പോൾ അത് കട്ടായി പോയി. കട്ടായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നത് ആ കൗണ്ടറിലിരുന്ന് അയാൾ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല, പുറയിൽ ക്യൂ ഉണ്ട്, 3-4 പേര് പുറകിൽ നിൽപ്പുണ്ട്, അതിൻ്റെ പുറകിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ക്യൂവിൽ വന്ന് നിന്നിട്ട് 2 മിനിറ്റ് കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ വീണ്ടും പുറകിൽ വന്നിട്ട് സമയം പോകണമല്ലോ, എന്ത് ചെയ്യാനാണ്, വേറൊന്നും ചെയ്യാനില്ല, പരിചയക്കാരുമില്ല. അപ്പോൾ അവിടെ പോയി പെട്ടെന്ന് പുറകിൽ പോയി നിന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഫോൺ കിട്ടി. ഫോൺ എടുത്തു, ചേട്ടനെ തന്നെ വേറെ ആരെയും വിളിക്കാനില്ല, ആ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ. അതെടുത്ത് വിളിച്ചു. പെട്ടെന്ന് പിന്നെയും അടുത്തടുത്ത് കോൾ വന്നപ്പോൾ ചേട്ടനോർത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടോ, എന്താണ് പെട്ടെന്ന് വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല ഞാൻ ചുമ്മാ വിളിച്ചാൽ, വെറുതെ എവിടെ എത്തി, ചായ കുടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഇനി ഖത്തറിലെത്താതെ നീ എന്നെ വിളിച്ചേക്കരുത്, മനുഷ്യനെ വണ്ടി ഓടിക്കാനും സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളി കട്ട് ചെയ്തു. ഇവിടെ കട്ടാകുന്നതിന് പുള്ളി കട്ട് ചെയ്തു. എന്ത് ചെയ്യാൻ, ഇനിയിപ്പോൾ അത് അവിടുന്നും പോയി. ഇനിയിപ്പം ഒന്നും ഒരു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനിയിപ്പം യാതൊരു നിവൃത്തിയില്ല. എന്തെങ്കിലുമൊക്കെ ഇവിടെ സമയം പോകുന്നുണ്ട്, വെറുതെ ചുമ്മാ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എന്നാൽ പിന്നെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ ഫ്ലോറിൽ കൂടെ നടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കഫറ്റേറിയ കണ്ടത്. അവിടെ നോക്കിയപ്പോൾ ചായയുണ്ട്, പലഹാരങ്ങളുണ്ട്, ജ്യൂസുണ്ട്. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് ഇരിക്കുക, അത്രയും സമയം പോകുമല്ലോ. അവിടെ ചെന്നു ആ കൗണ്ടറിൽ നോക്കി ആളോട് പറഞ്ഞു ഒരു ചായയും. നോക്കിയപ്പോൾ നല്ല ഉഴുന്നുവട ഇരിക്കുന്നുണ്ട്, ഒരു ഉഴുന്നുവട ഒരു ചായയും കൂടെ എടുക്കാൻ പറഞ്ഞു. അവരെ ചായയും ഉഴുന്നുവടയും കൊണ്ടുവന്ന് വെച്ചു. എത്ര രൂപയെന്ന് ചോദിച്ചു. 90 രൂപ എന്ന് പറഞ്ഞു. എൻ്റെ ചങ്കൊന്ന് കലങ്ങി. കാര്യം വെളിയിൽ 5 റിയാൽ കൊടുത്താൽ ഒരു ചായയും കിട്ടും, 5 റിയാലിന് ഒരു ഉഴുന്നോടെ അല്ലെ പരിപ്പൂടം കിട്ടും, 10 റിയാൽ മതി. ഇവിടെ 90 റിയാൽ. എന്നാൽ പിന്നെ ഇയാളോട് ബാക്കി ഒന്ന് സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് കൗണ്ടറിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ആരും കാണാത്ത രീതിയിൽ വിവര പട്ടിക അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചായക്ക് 40 രൂപ,
വടയ്ക്ക് 50 രൂപ, നോക്കിയപ്പോൾ 90. ഇനിയിപ്പോൾ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, പൈസ കൊടുത്തു കഴിഞ്ഞിട്ടും ആ ചായയും വടയും കഴിക്കാൻ തോന്നുന്നില്ല, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. എന്നിട്ടും എന്തായാലും ഇത് എന്ത് ചെയ്യും. പിന്നീട് ഞാൻ ആ ചായയും കുടിച്ച് വടയും കഴിച്ചു. പക്ഷേ മനസ്സിൽ നിന്ന് ആ 90 രൂപ മാറുന്നില്ല. ഞാൻ പെട്ടെന്ന് നടന്നു വന്ന് എൻ്റെ സീറ്റിലിരുന്നു, വെയിറ്റിംഗ് റൂമിൻ്റെ സീറ്റിലിരുന്നു. പിന്നീട് മനസ്സിൽ കിടന്ന് ഇങ്ങനെ 90 കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്നാലും എന്തോ ഇയാൾ വെളിയിലത്തെ അതേ വടയും ചായയുമാണ്. ഇങ്ങനെ പല ചിന്തകൾ എൻ്റെ കയറി വന്നു. പിന്നീട് 1 മണിക്കൂർ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല, കാര്യം ചിന്തിക്കാൻ കാര്യമുണ്ടായല്ലോ. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു, എയർ ഇന്ത്യയുടെ യാത്രക്കാരൊക്കെ ഖത്തറിലേക്ക് പോകാനുള്ള ഒരു തയ്യാറായിരിക്കുക, 10 മിനിറ്റ് കഴിയുമ്പോൾ കൗണ്ടർ ഓപ്പണായി. ഞാൻ പതിയെ ക്യൂവിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പതിയെ ഫ്ലൈറ്റിലേക്കുള്ള യാത്രയിലേക്ക് നടന്ന് വന്നു. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ വാതിക്കലെത്തിയപ്പോൾ 2-3 സഹോദരിമാർ, എയർ ഹോസ്റ്റസാണ്. അവർ നാടൻ സാരിയൊക്കെ ഉടുത്തിട്ട് ഹായ് വെൽക്കം ചെയ്തു, വിഷ് ചെയ്തു. എനിക്കന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടുകാരുടെ ഭവനത്തിലോട്ട് കയറി ചെന്ന ഒരു പ്രതീതിയായിരുന്നു. അവർ വിഷ് ചെയ്ത് അങ്ങ് അകത്തോട്ട് കയറ്റിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്ലൈറ്റിനകത്ത്, എൻ്റെ ആദ്യത്തെ യാത്രയാണ്, കാലൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്ലൈറ്റിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ വിശാലമായ സീറ്റുകൾ കിടക്കുന്നു. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസിലുള്ള നമ്പറൊക്കെ നോക്കി ഞാൻ എൻ്റെ സീറ്റിലേക്ക് അവിടെ ചെന്ന് നോക്കിയപ്പോൾ പാസേജിനോട് ചേർന്നിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ്, സത്യത്തിൽ അത് 5 മണിക്ക് ആണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ വെളിയിലോട്ട് വിൻഡോയിൽ കൂടെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിൻഡോ സീറ്റിൽ ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അടുത്തിരുന്ന അവിടെ ഒരു ചേട്ടനാണ്, തടിയുള്ളൊരു ചേട്ടനാണ് ഇരിക്കുന്നത്. പുള്ളിയെ നോക്കി ചിരിച്ചു. പുള്ളിയുടെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ എൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നേക്കാമെന്ന് വെച്ച് ഞാൻ സൈഡിൽ കിട്ടിയ സീറ്റിൽ തന്നെ ഞാൻ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നു, ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങി. സീറ്റ് ബെൽറ്റൊക്കെ ഇടാനുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു. എയർ ഹോസ്റ്റസൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് തുടങ്ങി. ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് ഫാസ്റ്റായിട്ട്, നമുക്കറിയാവുന്ന പോലെ ഫാസ്റ്റായിട്ട് നമ്മൾ അത് ഓടാൻ തുടങ്ങി. ഇനി ടേക്ക് ഓഫാണ്. അപ്പോൾ പതിയെ അത് ഉയർന്നു തുടങ്ങി, ടേക്ക് ഓഫിലേക്ക് കയറുന്നു. പെട്ടെന്ന് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഭൂമിക്കും ഇടയിലുമുള്ള യാത്രയാണ്, ദൈവമേ കാത്തോണേ. പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ തമിഴ്നാടുകാരൊക്കെ പച്ചക്കറിയൊക്കെ വിൽക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൂടെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് വരുന്ന പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി തള്ളിക്കൊണ്ട് ഒരു എയർ ഹോസ്റ്റസ് വരുന്നുണ്ട്. നോക്കിയപ്പോൾ ഫുഡും ഡ്രിങ്ക്സും ഒക്കെയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമാണല്ലോ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആദ്യം കൊടുക്കുന്നത് മദ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു 7up വാങ്ങിക്കാം, ഫുഡും വാങ്ങിക്കാം, ഇത് രണ്ടും വാങ്ങിച്ച് കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അവർ മുന്നേ നിന്ന് അടുത്ത് വന്നുകൊണ്ടിരുന്നു. അവരിങ്ങനെ അടുത്ത് വന്ന് എൻ്റെ തൊട്ട് മുന്നിലെ സീറ്റിലെത്തിയപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ, കൂടുതലും ചേട്ടന്മാരായിരുന്നു അടുത്തൊക്കെ ഇരുന്നത്. അവർ മദ്യം ചോദിച്ചു. അപ്പോൾ ഒരു പുതിയ ബോട്ടിൽ എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇങ്ങനെ ലാസ്റ്റ് ട്രേയിലേക്ക്, അതായത് ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ട്രോളിയുടെ ട്രേ ഉണ്ട്, അതിലേക്ക് അത് വെച്ചു. അവർക്ക് അതിനുശേഷം അവർക്കത് ഫുഡ് കൊടുത്തതിന് ശേഷം അടുത്ത എൻ്റെ സീറ്റിലേക്കാണ് വരുന്നത്. എൻ്റെ സീറ്റിലേക്ക് വരാൻ വേണ്ടി ആ എയർ ഹോസ്റ്റസ് ട്രോളി ഫാസ്റ്റായിട്ട് തള്ളിയപ്പോൾ മൂവ് ആകുന്നില്ല. അവർ സർവ്വശക്തി എടുത്തുകൊണ്ട് തള്ളിയപ്പോൾ ആ ട്രോളി ചരിഞ്ഞത് ഞാനിരിക്കുന്ന, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചരിഞ്ഞത്. ട്രോളി മൊത്തം ചരിഞ്ഞപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ താഴെ പോയി. ഈ പുതിയതായിട്ട് പൊട്ടിച്ച ഈ വലിയ കുപ്പി ബോട്ടിൽ ഇത് ചരിഞ്ഞ് എൻ്റെ ഷോൾഡർ വഴി ഈ മദ്യം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് കുപ്പിക്ക് പിടിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാനും പറ്റുന്നില്ല. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ളവർക്കും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. നോക്കിയപ്പോൾ ആ മദ്യക്കുപ്പിയിലെ മൊത്തം മദ്യം എൻ്റെ ഈ ഷോൾഡർ വഴി ഫുള്ള് ഞാൻ മദ്യത്തിൽ കുളിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, സീരിയസ് ആയ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയുടെ അടുത്തേക്ക് ഡോക്ടർമാരും നേഴ്സുമാരും ഓടുന്ന പോലെ എല്ലാ സൈഡിൽ നിന്നും എയർ ഹോസ്റ്റസുമാർ ഓടി വരാൻ തുടങ്ങി. നമ്മൾ കാണുന്ന പോലെ കുമ്പസാര കൂട്ടിലിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് കുമ്പസാര ഏറ്റു പറയുന്ന പോലെ ഓരോരുത്തരോരുത്തർ സോറി പറഞ്ഞുകൊണ്ട് അവർ എന്തായാലും നല്ല ടിഷ്യൂ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ ഇങ്ങനെ വെറ്റായിരിക്കുന്ന ഷർട്ടൊക്കെ ഇങ്ങനെ ഒപ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ അവർ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ സോറി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുന്നേ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞു, എത്ര പേർക്ക് കുടിക്കാവുന്ന മദ്യമാണ് വെറുതെ ഒഴുക്കി കളക്കുന്നത്. ചാടി എഴുന്നേറ്റ് അയക്ക് 2 കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെയും സംയമനം പാലിച്ച് ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അവർ ഓരോരുത്തർ വന്ന് പറഞ്ഞു, സാറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഈ ട്രോളി തള്ളിക്കൊണ്ട് പോയ ആ എയർ ഹോസ്റ്റസ് വന്ന് പറഞ്ഞു, സാറ് ഐ എം റിയലി സോറി,
എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ അവരും പോയി വിശപ്പും ദാഹവും ഒക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡും കിട്ടി, സവനപ്പും കിട്ടി, പക്ഷേ കഴിക്കാനുള്ള ഒരു മൂഡും ഇല്ല. വിശപ്പും പോയി, ദാഹവും പോയി, എല്ലാം പോയി. മദ്യത്തിൽ കുളിച്ചിരിക്കുന്ന പിന്നീട് തന്നെ ഞാൻ ആലോചിക്കുക, മദ്യത്തിൽ ഞാനിങ്ങനെ കുളിച്ചിരിക്കുക. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി, ആദ്യമായിട്ട് ഇന്ന് ഖത്തറിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകും 1 വർഷത്തിന് ശേഷം, അതും മദ്യത്തിൽ കുളിച്ച്. അപ്പോൾ ഇവിടെ എന്നെ പറ്റി ഇന്ന് എൻ്റെ കുടുംബജീവിതം ഇന്ന് തകർന്നു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ ഫ്ലൈറ്റ് കയറി ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ ഫ്ലൈറ്റ് നേരെ തിരിച്ചങ്ങ് നാട്ടിലോട്ട് പോയാലോ എന്ന്. അപ്പോൾ എൻ്റെ സകല സന്തോഷം പോയി. ഫ്ലൈറ്റ് ഇരുന്ന് തിരികെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സാഹചര്യങ്ങളില്ല. ഇങ്ങനെ ചിന്തകൾ കാട് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയങ്ങൾ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുക, യാത്രയൊക്കെ നിങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് നമ്മൾ ദോഹയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന്. മറ്റുള്ളവർക്കൊക്കെ സന്തോഷമായി, എൻ്റെ സകല സന്തോഷവും മാഞ്ഞുപോയി. പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്ത പോലെ തന്നെ അത് ലാൻഡ് ചെയ്യുവാൻ തക്കോണ്ടിടയായി തീർന്നു. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്ന്, ഇതിപ്പോൾ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഈ സ്മെല്ല് പോകത്തില്ലല്ലോ, എന്താ ചെയ്യുന്നത്? അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം. ഏതായാലും എനിക്കറിയാം നാട്ടിലും ഇവിടെ ഏതായാലും പരിചയക്കാരും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് എമിഗ്രേഷൻ കയറി പാസ്പോർട്ട് സീലൊക്കെ അടിച്ചു, കാര്യങ്ങളെടുത്ത് ലഗേജിൻ്റെ അടുത്തേക്ക് വന്നു. ലഗേജിൻ്റെ അടുത്തേക്ക് വന്ന് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ലഗേജ് കാര്യങ്ങളെല്ലാം വന്നു. എത്രയും പെട്ടെന്ന് ഞാൻ ഓടി വെളിയിലിറങ്ങി എത്രയും പെട്ടെന്ന് റൂം പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഈ സ്മെല്ല് പിടിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് ഡ്രസ്സ് മാറ്റണം, ഒന്ന് ഫ്രഷ് ആകണം, ഇത് കഴിഞ്ഞാലേ റെഡി ആകത്തുള്ളൂ. മനസ്സിൻ്റെ പ്രയാസമൊക്കെ പിന്നീട് നമുക്ക് മാറ്റാവുന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഓടി പെട്ടെന്ന് ലഗേജുമായിട്ട് വെളിയിൽ വന്നല്ല ഇങ്ങനെ നോക്കിയിട്ടൊന്നും ആരെയും കാണുന്നില്ല. ബീനായും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഒരു പരിചയമുള്ളവരെയും കാണുന്നില്ല. 10-15 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ ഫ്ലൈറ്റ് വന്ന അവസാനത്തെ യാത്രക്കാരും ഇറങ്ങിപ്പോയി. തന്നെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യം എല്ലാവരും കണ്ടല്ലോ മദ്യത്തിൽ കുളിച്ച് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ട് അയാളും പോയി. നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. നീ എന്താ ഉണ്ട്? ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചു, നീ ദോഹയിൽ തന്നെയാണോ ഞാൻ വന്ന് ഇറങ്ങിയത്? എനിക്ക് ഡൗട്ട് അടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പഴയ ഫാമിലി ഫുഡ് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള പഴയ എയർപോർട്ടിലാണ് നോക്കിയപ്പോൾ 2 ലേഡീസ് ആ പാർക്കിംഗ് വഴി ഭയങ്കര സ്പീഡിൽ ഓടുന്നു. യേശു കർത്താവിൻ്റെ കല്ലറയ്ക്ക് മറിയം ഓടിയെന്ന് പറഞ്ഞ പോലെ 2 പേര് ഓടി വരുന്നു. നോക്കിയപ്പോൾ അത് ബീനായും റേച്ചലും ആയിരുന്നു. അപ്പോൾ അവർ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വീട്ടിൽ ചെന്നിട്ട് പറയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊടുക്കുന്നത്, ദൈവം ഈ സ്മെല്ലടിക്കരുത്, ഇവിടെ ഇനി എന്നാ വിചാരിക്കും, ഈ ഫ്ലൈറ്റ് തിരിച്ച് പോകുമെന്ന് പറയും, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ലേറ്റായോ എന്ന്. ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം, വീട്ടിൽ പോകാം, പെട്ടെന്ന് റൂമിൽ പോകാം, എന്തിനാ വണ്ടി വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബീന പറഞ്ഞു വണ്ടി വന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ, നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. അവൻ പറഞ്ഞു പാസ്റ്റർ PM ജോർജ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ലഗേജും എടുത്ത് ഓടിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ മനസ്സിൽ കണ്ടു, ദൈവമേ ഇവക്ക് പാസ്റ്റർ അല്ലാതെ വേറെ ഒരു മനുഷ്യനെയും കിട്ടിയില്ലോ എയർപോർട്ടിൽ എന്നെ റിസീവ് ചെയ്യാൻ. പെട്ടെന്ന് ഇത് മനസ്സിൽ ഞാനിങ്ങനെ കരുതിക്കൊണ്ടിരുന്നതുകൊണ്ട് പാസ്റ്റർ പെട്ടെന്ന് അടുത്ത് വന്നിട്ട്, മോനെ യാത്രയൊക്കെ സുഖമായിരുന്നു. ഞാൻ എന്തൊക്കെയോ ഓട്ടോമാറ്റിക്കലി പാസ്റ്ററോട് റിപ്ലൈ കൊടുത്തു. പക്ഷേ എൻ്റെ മനസ്സിൽ കർത്താവേ സ്മെല്ലടിക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാര്യം ആദ്യമായിട്ട് കാണുന്ന ഒരു സഭയിലെ ദേവദാസനാണ്. ഇന്നാര് വരുമെന്ന് പറഞ്ഞ് റിസീവ് ചെയ്യാൻ വന്ന മദ്യത്തിൽ കുളിച്ചിരിക്കും, ഇവനാണോ എൻ്റെ സഭയിലേക്ക് കൊണ്ടുപോകേണ്ടിയേ എന്ന് പാസ്റ്റർ ചിന്തിക്കത്തില്ലേ? പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റർ പറഞ്ഞ് നമുക്ക് വണ്ടി അടുത്തേക്ക് പോയിട്ട് നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, പുറയിലെങ്ങാണ് ഇരിക്കുക, സ്മെല്ലടിക്കുമല്ലോ, പാസ്റ്റർ സ്മെല്ലടിക്കുമല്ലോ. അപ്പം പാസ്റ്റർ മോനെ മുന്നേ ഇരിക്കുക. അതും പറ്റത്തില്ല, ഇനിയിപ്പോൾ മുന്നേ കയറിയത്. അപ്പോൾ ഞാൻ ഓർത്ത് നാട്ടിലെ പോലെ ഗ്ലാസ്സൊക്കെ താത്തിട്ടാണല്ലോ വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ പിന്നെ കാറ്റടിക്കുമ്പോൾ നമുക്ക് ഈ സ്മെല്ല് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വിൻഡോ, അപ്പോൾ മോനെ AC ഇട്ടേക്കുക, വിൻഡോ എല്ലാം. ദൈവം ഇന്ന് പാസ്റ്ററുടെ കാര്യം പോകാം, എൻ്റെ കാര്യം പോകാം. അവസാനം പാസ്റ്റർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓട്ടോമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനും പറയുന്നുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ പാസ്റ്ററിനെ ഒന്നും ഇതിനെപ്പറ്റി ചോദിക്കാത്തേ, സ്മെല്ലടിക്കുന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി നാട്ടിലെ പാസ്റ്റർമാരുടെ കൂട്ടനെയും വെള്ളിയാഴ്ച സഭയിൽ ചെല്ലുമ്പോൾ പ്രസംഗത്തിലൂടെ പറയാനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പാസ്റ്റർ അതൊന്നും പറയുന്നില്ല. അവസാനം പെട്ടെന്ന് ഓടി നാഷണലായിരുന്നു റൂം ഉണ്ടായിരുന്നു. റൂമിൻ്റെ അടുത്തെത്തി പാസ്റ്റർ കൂടെ കയറി വന്നു, പ്രാർത്ഥിച്ച് അവിടുന്ന് ഓക്കെ പറഞ്ഞ് മോനെ നെക്സ്റ്റ് ഡേ കാണാമെന്ന് പറഞ്ഞ് പാസ്റ്റർ പോയി. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു നന്നായിരിക്കുന്നു. പക്ഷേ പാസ്റ്ററിൻ്റെ ഇനി മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ലല്ലോ. പെട്ടെന്ന് ഞാൻ ബീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ഈ ഡ്രസ്സൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ CBIക്ക് കേസ് പഠിക്കാൻ നേരം സ്മെല്ല് ചെയ്യിപ്പിക്കുന്ന പോലെ ബീനായി റേച്ചലും കൂടെ ഡ്രസ്സൊക്കെ സ്മെല്ല് ചെയ്തു. സ്മെല്ലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല, നിനക്ക് അറിയത്തില്ലായിരിക്കും മദ്യത്തിൻ്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ് ഇത്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം അടിച്ചവർ അടുത്തൂടെ പോയാൽ തന്നെ എന്തോ സ്മെല്ലാണ്.
അപ്പം നോക്കിയിട്ട് നിന്ന് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ നാട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചോടാ ഈ മദ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇത് സ്മെല്ലില്ലാതെ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞടാ ഫ്ലൈറ്റിലെ മദ്യമല്ലയോ, അതിന് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല, നാട്ടിലെ ഈ വില കുറഞ്ഞ സാധനത്തിനൊക്കെയാണ് ഭയങ്കര സ്മെല്ല്. അപ്പം ഞാൻ ദൈവമേ കർത്താവ് അതായിരിക്കും പാസ്റ്ററിനും ഇവർക്കും ഒന്നും അടിക്കാഞ്ഞത്. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്ത അന്നാണ്. അപ്പം സ്തോത്രം ചെയ്തു. എന്നിട്ട് അന്നേ ദിവസം സന്തോഷത്തോടു കൂടി സന്ധ്യ യുഷസായി 1-ാം ദിവസം കഴിഞ്ഞു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പ്രത്യേകിച്ചും പാസ്റ്റർ PM ജോർജ് ഇതൊരു പ്രോഗ്രാമായിട്ട് മാത്രം കണ്ട് എന്നോട് പഴയ സ്നേഹത്തിൽ നിലനിൽക്കുന്നു ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. ഒരു ചക്ക വരുത്തി വെച്ച വീന, ഇതൊക്കെ പറഞ്ഞാലും വീന ചേച്ചി ഒരു കുഴപ്പമില്ലായിരുന്ന പെട്ടെന്ന് മാസ്ക് എടുത്തിട്ടു. അതിനിപ്പോൾ ഷിബുച്ചാൻ ഇന്നവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. പാസ്റ്റർ വളരെ അതിശയിച്ച് ഇവിടെ ഇങ്ങനെ ഇരിപ്പോൾ. ഞാൻ ചോദിച്ചു പാസ്റ്ററോട് മണം വല്ലതും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നം. പാസ്റ്റർ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഈ ഫ്ലൈറ്റിലെ വിഷയമായി സംബന്ധിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അജു അറിയിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഒരു ഫാമിലി സോങ്ങാണ്. അജുവിനെയും കുടുംബത്തെയും ക്ഷണിക്കുന്നത്.